എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിന് മാവരച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെക്കാറുണ്ട്. എന്നാൽ ഇതിന് നമ്മൾ അരി അരച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടി മാത്രം എടുക്കരുത്, വേറെ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ 1/2 കപ്പ് മൈദാമാവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 സ്പൂൺ റവയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പൊടികൾ ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്ന് കഴിയുമ്പോഴേക്കും നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. പിന്നെ നല്ല ഡാർക്ക് കളറിലെ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഡാർക്ക് കളർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശർക്കര ഞാൻ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന പൊടികൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കര നമ്മൾ അരിച്ചൊഴിക്കണം, അത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. 2-3 തവണയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഒഴിച്ചു, അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പൊടികളിലേക്ക് ശർക്കരപ്പാനിയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കണം. ആ നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വീണ്ടും ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാകത്തിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാം. അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പച്ചട്ടിയിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഡാർക്ക് ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഡാർക്ക് കളറായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്